ഡിയേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെറും വയറ്റിൽ ഓവുലേഷൻ വരെ ഈ 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇതേവരെ നിങ്ങൾക്കുണ്ടായതിനേക്കാളും ഒരുപാട് ഇരട്ടി ക്വാളിറ്റിയുള്ള അണ്ടം ഉണ്ടാകുന്നതിനും എളുപ്പത്തിൽ ഫെർട്ടിലൈസേഷൻ ഉണ്ടാകുന്നതിനും അത് സഹായിക്കുന്നു. അതുമാത്രമല്ല, ശരീരത്തിനകത്തേക്ക് എത്തുന്ന സെമന് നല്ലൊരു എൻവയോൺമെൻറ്റ് ശരീരത്തിൽ ഉണ്ടാക്കി കൊടുക്കുന്നതിനും ഈ 3 മെത്തേഡ്സ് നിങ്ങളെ സഹായിക്കുന്നു. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓവുലേഷൻ വരെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും ഇത് ഓവുലേഷൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടിപ്സ് ആണെന്ന്. ഇതിൽ ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത് വെണ്ടക്ക ഉപയോഗിച്ചിട്ടുള്ള വെള്ളം പ്രിപ്പയർ ചെയ്ത് കുടിക്കുക എന്നുള്ളതാണ്. വെണ്ടക്ക നമ്മൾ കിച്ചണിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു വെജിറ്റബിൾ ആണ്. വെണ്ടക്ക ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓവുലേഷൻ നടക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വെണ്ടക്ക ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓവുലേഷൻ നടക്കും. വെറുതെ ഓവുലേഷൻ നടക്കുകയല്ല, ഏറ്റവും ക്വാളിറ്റി ഉള്ള അണ്ടം പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് വെണ്ടക്ക ഉപയോഗിച്ച് വെള്ളം കുടിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. വെണ്ടക്കയിൽ ഒരുപാട് വിറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. വിറ്റമിൻ എ, വിറ്റമിൻ ബി, സി, ഇ, കെ എന്നീ വിറ്റമിൻസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ഓവുലേഷൻ ബൂസ്റ്റ് ചെയ്യുന്നതിന് സഹായിക്കുന്നു. ഓവുലേഷൻ നടക്കാനായിട്ടുള്ള ചാൻസസ് വർദ്ധിപ്പിക്കുന്നതോടൊപ്പം അണ്ടത്തിൻ്റെ ഗ്രോത്ത് ഒരു 80 to 20 അല്ലെങ്കിൽ ഒരു 22 mm എത്തി അത് തനിയെ റപ്ചർ ആകുന്നതിന് വെണ്ടക്ക ഉപയോഗിച്ച് വെള്ളം കുടിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. മീഡിയം സൈസ് വെണ്ടയ്ക്കാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 3 വെണ്ടയ്ക്ക നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. വലിയ സൈസാണ് എടുക്കുന്നതെങ്കിൽ ഏകദേശം ഒന്നോ അല്ലെങ്കിൽ 2 വെണ്ടയ്ക്ക നിങ്ങൾ എടുത്താൽ മതിയാകും. ഇത് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക, അതായത് നടുക്ക് വെച്ച് മുറിച്ചിട്ട് നിങ്ങൾ കട്ട് ചെയ്യുക. വെണ്ടയ്ക്ക സാധാരണ നമ്മൾ കറിക്ക് വളർത്താൻ വേണ്ടിയിട്ട് എടുക്കുന്നത് സാധാരണയായിട്ട് നമ്മളിങ്ങനെ ഒരു ലൈനിൽ കട്ട് ചെയ്ത് പോവുകയല്ലേ ചെയ്യുള്ളൂ. പക്ഷേ ഇതിപ്പോൾ നമ്മൾ സാമ്പാറിനൊക്കെ എടുക്കുന്നത് പോലെ നടുക്ക് വെച്ചിട്ട് അത് പിളർന്നെടുത്തിട്ട് കട്ട് ചെയ്ത് നിങ്ങൾ ഇടുക. ഇത് ഇടേണ്ടത് നമ്മൾ തിളപ്പിച്ച വെള്ളത്തിലായിരിക്കണം. ഒരു ചെറിയൊരു ലൂക്ക് വാം വാട്ടറിൽ നിങ്ങൾ ഇത് ഇടുക. ഇട്ടതിന് ശേഷം കുറച്ചധികം മണിക്കൂർ നിങ്ങൾ സോക്ക് ചെയ്ത് വെക്കുക. തലേ ദിവസമാണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ ഓവർനൈറ്റ് നിങ്ങളിത് സോക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം ഈ വെള്ളം കുടിക്കുന്നത് ഓവുലേഷൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ വിറ്റമിൻസും ഇതിനകത്ത് ഉള്ളത് കൊണ്ടും നിങ്ങളിത് എംപ്റ്റി സ്റ്റൊമക്കിൽ എടുക്കുന്നത് കൊണ്ടും, അതായത് വെറും വയറ്റിൽ നിങ്ങൾ ഈ വെള്ളം കുടിക്കുന്നത് കൊണ്ടും ആ ഒരു ബെനിഫിറ്റ് എല്ലാം ശരീരത്തിലോട്ട് എത്തുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ഇത് കഴിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് പ്രിക്കോഷൻസ് എടുക്കണം. അതായത് പുറത്തുനിന്ന് മേടിക്കുന്ന വെണ്ടയ്ക്കയാണെങ്കിൽ അത് നല്ലതുപോലെ വെള്ളത്തിലിട്ട് കുതിർത്തി അതിൻ്റെ അഴുക്കൊക്കെ മൊത്തത്തിൽ കളഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങളത് അരിഞ്ഞിട്ട് വെള്ളത്തിലിടാനായിട്ട് പാടുള്ളൂ. വീട്ടിൽ മുളച്ച് വന്ന ആ ഒരു വെജിറ്റബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. 2-3 തവണ കഴുകിയാൽ മതിയാകും. അതല്ലാത്തതാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഒരുപാട് നേരം, ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങളത് കുതിർത്തി വെക്കണം. ഇല്ലെങ്കിൽ ആ ഒരു തൊണ്ടൊന്ന് പച്ച കളറിലൊന്നും ചെത്തിക്കളയാത്തത് കൊണ്ട് തന്നെ അതിൽ നിന്ന് കൂടുതൽ അഴുക്ക് നമ്മുടെ ആ ഒരു വെള്ളത്തിലോട്ട് എത്തും. അതുകൊണ്ട് ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കും. രണ്ടാമത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്നതാണ് നെല്ലിക്ക ഇട്ടിട്ടുള്ള വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ നെല്ലിക്ക ജ്യൂസ് കുടിക്കുക. അതും അല്ലെങ്കിൽ ഒരു ദിവസം ഒരു നെല്ലിക്കയെങ്കിലും കഴിക്കുക. ഇവിടെ ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് നെല്ലിക്ക ജ്യൂസിനെ പറ്റി സംസാരിക്കാം. നെല്ലിക്ക ജ്യൂസ് വെറും വയറ്റിൽ കുടിക്കുന്നത് ഒരുപാട് ബെനിഫിറ്റ് നമ്മളുടെ ശരീരത്തിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഫെർട്ടിലിറ്റിക്ക് മാത്രമല്ല, ഓവറോൾ നമ്മുടെ ഡൈജഷനും നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും ഏകീകൃതമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് നെല്ലിക്ക കഴിക്കുന്നത് സഹായിക്കുന്നുണ്ട്. ഇവിടെ നെല്ലിക്ക ഉപയോഗിക്കുമ്പോൾ സ്ത്രീകൾക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അവരുടെ എഗ്ഗിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിനും ഹോർമോൺ ബാലൻസ് കൃത്യമായിട്ട് കൊണ്ടുപോകുന്നതിനും സൈക്കിൾ റെഗുലേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഈ സൈക്കിൾ റെഗുലേഷൻ എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റുകൾ എടുക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് നാളുകളായിട്ട് ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു റെഗുലർ സൈക്കിളിന്റെ ടേമിനെ പറ്റി മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഒരുപാട് പേരുടെ തെറ്റിദ്ധാരണയുണ്ട്, പീരിയഡ്സ് വരുന്നുണ്ടല്ലോ അപ്പോൾ എനിക്ക് ഓവുലേഷൻ ഉണ്ടാകും എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ചില ആളുകൾ പറയുന്നുണ്ട്, ചേച്ചി എനിക്ക് 42 ഡേയ്സ് സൈക്കിളാണ്. ചിലർ പറയുന്നുണ്ട് എനിക്ക് 38 ഡേയ്സ് സൈക്കിളാണ്. ഇവരോട് തിരിച്ച് ഓവുലേഷൻ്റെ എന്തെങ്കിലും ലക്ഷണം നിങ്ങൾക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല ചേച്ചി, ഞങ്ങൾ ഡേയ്സ് വെറുതെ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുകയാണെന്ന്. ഇങ്ങനെ പറയുന്നവർക്ക് ചിലപ്പോൾ ഇത്രയും നീണ്ട സൈക്കിൾ പോകുന്നത് കൊണ്ട് ഓവുലേഷൻ പ്രോപ്പറായിട്ട് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മൾ മസ്റ്റായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ടേമാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത് എന്ന് പറയുന്നത്. ഈ സൈക്കിൾ ലെങ്ത് 21-നും 35-നും ഇടയിലല്ല നിങ്ങൾക്ക് വരുന്നതെങ്കിൽ, അതായത് ഓരോ മാസവും 21 ദിവസം കഴിയുമ്പോൾ പീരിയഡ്സ് വരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് February 1 പീരിയഡ്സ് വന്നു,
വന്നു. ദെൻ അഗെയിൻ ഒരു 21 ഡേയ്സ് കഴിയുമ്പോഴേക്കും ഫെബ്രുവരി 22 നിങ്ങൾക്ക് ബ്ലീഡിങ് വരികയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഇറഗുലർ അല്ല. കാരണം 21 ഡേയ്സിന്റെ സൈക്കിളിൽ നിങ്ങൾക്ക് വരുന്നുണ്ട്. എന്നാൽ അതിനേക്കാളും കൂടുതലായിട്ട് ഒരു 35 എബോവ് ആയിട്ട് നിങ്ങൾക്ക് പീരിയഡ്സ് വരുന്നുണ്ടെങ്കിൽ അത് ഹെൽത്തി ആയിട്ടുള്ള ഒരു പീരിയഡ്സ് ആയിക്കൊള്ളണമെന്നില്ല. ജസ്റ്റ് ബ്ലീഡിങ് വരുന്നു എന്ന് പറയുന്നതല്ലാതെ ഓവുലേഷൻ അവിടെ പ്രോപ്പർ ആയിട്ട് നടന്നുകൊള്ളണമെന്നില്ല. അപ്പോൾ ഈ 21ഉം 35ഉം ഈ ഒരു ടേം നിങ്ങൾ മസ്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. ഓരോ വീഡിയോസിലും ഈ ഒരു കാര്യം പറയുന്നത് ഒരുപാട് പേർക്ക് ഈ ഒരു സംശയം ഉള്ളത് കൊണ്ടും പുതുതായിട്ട് ഒരുപാട് വ്യൂസ് നമുക്ക് ചാനലിൽ വരുന്നത് കൊണ്ടുമാണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നിങ്ങൾക്ക് ഈ 21നും 35നും ഇടയ്ക്ക് ബ്ലീഡിങ് വരുന്നുണ്ടെങ്കിലും സൈക്കിൾ ലെങ്ത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാത്തൊരു സിറ്റുവേഷൻ. അതായത് ഈ മാസം നിങ്ങൾക്ക് 22 ആയതെങ്കിൽ അടുത്ത മാസം നിങ്ങൾക്ക് ചിലപ്പോൾ പീരിയഡ്സ് ഉണ്ടാവില്ല, അതിനടുത്ത മാസമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. അങ്ങനെ ഭയങ്കര ഇറഗുലർ ആയിട്ട് സൈക്കിൾ പോകുന്നുണ്ടെങ്കിൽ കൂടി തന്നെ നിങ്ങൾ ഡോക്ടറെ കാണുകയോ ഓവുലേഷൻ സിംറ്റംസ് ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഫോളിക്കുലർ സ്റ്റഡി ചെയ്യുകയോ ഒക്കെ വേണം കേട്ടോ. അപ്പോൾ പീരിയഡ്സ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ആളുകൾക്ക് നെല്ലിക്ക ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ വെയിറ്റ് ലോസ് നോക്കുന്നവർക്ക്, ചില ആളുകൾ PCOD ഉള്ളപ്പോഴേക്കും അവരുടെ വെയിറ്റ് ഒന്ന് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാറുണ്ട്. വെയിറ്റ് ലോസ് നോക്കുന്നവർക്കും ഒരു ദിവസം ഒരു നെല്ലിക്ക കഴിക്കുന്നതും നെല്ലിക്ക ജ്യൂസ് അടിച്ചു കുടിക്കുന്നതും നല്ലതാണ്. അതുപോലെ ക്വാളിറ്റിയുള്ള അണ്ടത്തിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതും ഫോളോ ചെയ്യാവുന്നതാണ്. വെറും വയറ്റിൽ എംപ്റ്റി സ്റ്റൊമക്ക് നിങ്ങളത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. നെല്ലിക്ക ഒരു കുരു കളഞ്ഞതിന് ശേഷം കുറച്ചൊന്ന് എടുത്തിട്ട് ഒരു 5 6 നിങ്ങൾ നെല്ലിക്ക എടുത്തതിന് ശേഷം അത് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ജ്യൂസ് അടിച്ചിട്ട് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതല്ലെങ്കിൽ വെറും വയറ്റിലാണെങ്കിലും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ചാനലിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടിപ്പാണ് ക്ലോസ് വാട്ടർ അഥവാ ഗ്രാമ്പു വെള്ളം. ഒരുപാട് പേര് ചാനലിൽ പ്രഗ്നന്റ് ആയത് ക്ലോസ് വാട്ടർ ഉപയോഗിച്ചിട്ടാണ്. നിങ്ങൾ എൻ്റെ കമ്മ്യൂണിറ്റി ടാബ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കും, ഒരുപാട് പേര് സക്സസ് സ്റ്റോറീസ് പറയുമ്പോഴേക്കും അതിലെ മെജോറിറ്റി ആളുകളും പറഞ്ഞ സക്സസ് സ്റ്റോറിയുടെ റിസൾട്ടിന് പുറകിലുള്ളൊരു റീസൺ എന്ന് പറയുന്നത് ഗ്രാമ്പു വെള്ളമാണ്. ഗ്രാമ്പു എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിലെ അണ്ടം വളരാൻ വേണ്ടിയിട്ടും ആ വളർന്നു നിൽക്കുന്ന അണ്ടം പൊട്ടാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് ഈ ഒരു ഗ്രാമ്പു വെള്ളം എന്ന് പറയുന്നത്. ചില ആളുകൾക്ക് PCOD ഉള്ളവർക്ക് അണ്ടം ഗ്രോ ആവാറുണ്ട്, പക്ഷെ ഒരു വലിപ്പം എത്തിയിട്ട് അത് അങ്ങനെ തന്നെ നിന്നു പോകുന്ന സിറ്റുവേഷനും, അതുപോലെ ചിലപ്പോൾ ചില ആളുകൾക്ക് അണ്ടം വാനിഷ് ആയി പോവാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ PCOD ഉള്ള ആളുകൾക്ക്, മറ്റുള്ള ഹോർമോണൽ ഇംബാലൻസസ് ഉള്ള ആളുകൾക്കൊക്കെ കണ്ണും പൂട്ടി ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ് ഗ്രാമ്പു വെള്ളം എന്ന് പറയുന്നത്. വെറും വയറ്റിൽ 3 4 ഗ്രാമ്പു നമ്മൾ തലേ ദിവസം കുതിർത്തി വെച്ചതിന് ശേഷം ആ വെള്ളം ഒരു 2 ഗ്ലാസ് വെള്ളം നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് 1 ഗ്ലാസ് ആയിട്ട് ചുരുങ്ങുന്നത് വരെ നല്ല പോലെ ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചിട്ട് ആണ് നമ്മൾ ഗ്രാമ്പു വെള്ളം പ്രിപ്പയർ ചെയ്ത് കുടിക്കുന്നത്. പീരിയഡ്സിൻ്റെ 2nd ഡേ മുതൽ 5ാമത്തെ ദിവസം വരെ നമ്മൾ ഇഞ്ചി വെള്ളം കുടിക്കുമ്പോഴേക്കും ആ ഒരു പീരിയഡ്സ് കഴിഞ്ഞതിന് ശേഷം എത്രയാണോ നിങ്ങളുടെ ഓവുലേഷൻ ഡേറ്റ് വരുന്നത് ആ ദിവസം വരെയാണ് ഗ്രാമ്പു വെള്ളം കുടിക്കേണ്ടത്. ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിന്റെ പ്രവർത്തനത്തിനും ലൂട്ടലൈസിംഗ് ഹോർമോണിന്റെ പ്രവർത്തനത്തിനുമൊക്കെ ഗ്രാമ്പു വെള്ളം സഹായിക്കുന്നുണ്ട്. കൃത്യമായിട്ട് മൂപ്പെത്തി അണ്ടം നാച്ചുറലി പൊട്ടാൻ വേണ്ടിയിട്ടും ഗ്രാമ്പു വെള്ളം സഹായിക്കും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഡ്രിങ്ക്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കുടിച്ചാൽ മതിയാവും കേട്ടോ. ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് ഈ 3 ടിപ്സും. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ കിച്ചണിലുള്ളത് വെച്ചിട്ട് അതിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ചില ആളുകൾക്ക് വെണ്ടക്ക വെള്ളം അത്ര താല്പര്യം ഉണ്ടാവില്ല. വെണ്ടക്കയുടെ വഴുവഴുപ്പൊക്കെ കണ്ടിട്ട് അത് ചിലപ്പോൾ ഒരു മക്ക് മണം ഉണ്ടാവുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് പലരും അത് കുടിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് ഭയങ്കര ടേസ്റ്റിൽ പ്രിപ്പയർ ചെയ്തെടുക്കാൻ കഴിയുന്ന ഒന്നാണ് ഈ ഒരു ഗ്രാമ്പു വെള്ളം എന്ന് പറയുന്നത്. അത്രമാത്രം എഫക്റ്റീവാണ്. 1 മാസം നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ 2 3 മാസം തുടർച്ചയായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ പറയാനായിട്ട് കാരണം PCOD മറ്റുള്ള ഹോർമോണൽ ഇംബാലൻസസും ഒക്കെ ഉള്ള സ്ത്രീകളിൽ അവരുടെ അണ്ടത്തിന് ക്വാളിറ്റി കുറവാകാനായിട്ട് ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഒരു 2 മാസം വരെ നിൽക്കുന്നത് ആ ക്വാളിറ്റി കുറവുള്ള എഗ് ആയിരിക്കും. പിന്നീട് അങ്ങോട്ടേക്ക് പ്രൊഡ്യൂസ് ആവുന്നതായിരിക്കും ഈ ഒരു ശരീരത്തിൽ കിട്ടിയിട്ടുള്ള ബെനിഫിറ്റ് എല്ലാം ചേർത്തിട്ട് ഡെവലപ്പായി വന്നിട്ടുള്ള ക്വാളിറ്റിയുള്ള അണ്ടം. അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം ശരീരത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ചില ആളുകൾക്ക് 3 months ഒക്കെ എടുക്കും. ബാക്കി നമുക്ക് ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യം അല്ലാത്തത് കൊണ്ടും ഈസിലി പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ഒരു 3 months വരെയെങ്കിലും ക്ഷമ നശിക്കാതെ നിങ്ങൾ ഈ ടിപ്പ് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഹസ്ബൻഡിനും മറ്റു മോട്ടിലിറ്റി ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, കൗണ്ട് കുറവോ DNA സ്ട്രക്ചറിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ ഹസ്ബൻഡിനും ഈ 3 ഡ്രിങ്ക്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എടുക്കുന്നത് തന്നെ ഹസ്ബൻഡിനും പ്രിപ്പയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ് ഇതൊക്കെ വെറും വയറ്റിൽ എടുക്കണമെന്നുള്ളത്. എംപ്റ്റി സ്റ്റൊമക്കിൽ നമ്മൾ എന്തെങ്കിലും എടുക്കുമ്പോഴേക്കും അത് ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള ഒന്നാണെങ്കിൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് ശരീരത്തിലെ ഓരോ ഭാഗങ്ങളിലോട്ടും പെട്ടെന്ന് എത്തുന്നതിന് വേണ്ടിയിട്ട് അത് സഹായിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ എംപ്റ്റി സ്റ്റൊമക്കിൽ എന്തെടുക്കുന്നോ അത് ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കണം കേട്ടോ. അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്രയേ ഉള്ളൂ വീഡിയോ.
യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.